നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഒരു തെറ്റും ചെയ്യുന്നില്ല. നമ്മുടെ കാര്യം നോക്കി ഒതുങ്ങി കഴിയല്ലേ. പിന്നെന്താ? എനിക്കൊരു പേടിയുള്ളൂ, നിന്നെ മോളെയും കുറിച്ച് ഓർക്കുമ്പോൾ. പണ്ട് തെളിവില്ലാതെ വിട്ടുകളഞ്ഞ പല കേസുകളും തെളിഞ്ഞ ഞാനകത്താവും. പിന്നെ നിനക്കാരുണ്ട് സുജയ്? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പോലീസാണെന്ന് തോന്നുന്നു. അപ്പത്തേക്ക് മാറി നിൽക്ക. ആന്റോടെ ഇവിടെ ഉണ്ട്. എന്താ ബാബ? അയാൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക. ചേരിയിലെ പാവങ്ങളെ പലരെ അടിച്ച് നാശാക്കി എന്നെ എൻ്റെ ആളുടെയും വേരോടെ പിഴുതെറിയുമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുക. നിന്നെ അന്വേഷിച്ചു വന്നോ? വന്നു. ഞങ്ങൾ അവിടെ വന്നപ്പോഴാ അടുത്ത വീട്ടിലേക്ക് ചോദിച്ചിട്ട് പോയി. നമുക്ക് ഹാജരാകുന്നതല്ലേ ബാബ നല്ലത്? പിടികിട്ടിയവരൊക്കെ നട്ടല്ലൊടിച്ചാ വിടുന്നത്. ഇനി എന്ത് ചെയ്യും എന്റെ ഈശ്വര? കരഞ്ഞിട്ടെന്താ കാര്യം? കരയില്ല സുജയ. നമ്മളെ കൊല്ലാനുള്ള അധികാരമൊന്നുമില്ലല്ലോ. ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആദ്യത്തെ ചൂടൊന്ന് ആറുന്നവരെ പിടികൊടുക്കണമെന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു. പിന്നല്ല അയാൾ നോക്കിക്കൊള്ളാമെന്ന്. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുക. നിന്നെ വിളിക്കാനാ വന്നേ. ദൂരമൊന്നുമല്ല, നമ്മുടെ ഈ ചേരി തന്നെ ഉണ്ടാവും. കുറച്ച് ദിവസം നോക്കാം. എന്നിട്ടും തണുത്തില്ലെങ്കിൽ അവനെ ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങൾ ഈ നാട് തന്നെ വിടണമെന്ന് തീരുമാനിച്ചിരിക്കുക. അതെ ബാബ, അത് പറയാനാ ഞങ്ങൾ ഇന്ന് വീട്ടിൽ വന്നത്. ഈ നാട് തന്നെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവുക. ഇവിടെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ല. എങ്ങോട്ടാ? എങ്ങോട്ടൊന്നുമില്ല, സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തണം. എങ്കിലാ പോക്ക് വൈകിക്കണ്ട. പിടിയിലാകുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോ. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. വരട്ടെ ആൻഡ്രു. മോളെ ഞാൻ എടുക്കണം. വേണ്ട. ഓട്ടോ ഓട്ടോ. എങ്ങോട്ടാ? റെയിൽവേ സ്റ്റേഷൻ. കയറി. പോകുന്നില്ല. അതെന്താ? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എനിക്ക് മനസ്സിലായി. പോലീസ് ചീറി പഞ്ഞു നടക്കുന്നുണ്ട്. എനിക്ക് അടികൊള്ളാൻ വയ്യ. ഇനി കുറച്ച് ദൂരല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം.
ആന്റണി, അലിയാരുടെ വലങ്കൈ, രക്ഷപ്പെടുകയാണല്ലേ? ഞാനിപ്പോൾ ആ കൂട്ടത്തിലൊന്നുമില്ല സാർ. 3 കൊല്ലമായിട്ട് ഞാൻ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. ഭാര്യയും കുഞ്ഞുമായിട്ട് വളരെ ഒതുങ്ങി കഴിയാണ് സാർ. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിക്കാൻ അനുവദിക്കണം സാർ. അഭിനയമൊന്നും വേണ്ട. സകല കള്ളത്തരങ്ങളും പഠിച്ചവനാ ഞാൻ. ഇന്നലെ വരെ ഇവിടെ നടന്ന ആക്രമണങ്ങളിലും കൊലപാതകങ്ങളിലും ഒക്കെ നിന്റെ കൈയുണ്ട്. ഒക്കെ ഞാൻ തെളിയിച്ചു തരാം. കേരള ജീപ്പിൽ. അയ്യോ സാറേ, ഞങ്ങളെ സഹായിക്കണം. പറഞ്ഞതൊക്കെ സത്യം. ഈ കുഞ്ഞിനെ ഓർത്തെങ്കിലും രക്ഷിക്കണം. അതിനേക്കാൾ വലുതാടി നാടിന്റെ രക്ഷ. കേരള ജീപ്പിൽ. സാറേ, ചേട്ടനൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് എന്നെ വേണേ കൊല്ലാം. ഞാൻ തെറ്റുകാരനാ. ഒരു തെറ്റും ചെയ്യാത്തതിന്റെ പെണ്ണെ തൊട്ട് ഞാൻ സഹിക്കില്ല സാർ. തൊട്ടാ നീ എന്ത് ചെയ്യും? സീത സാവുത്തിരൊന്നും അല്ലല്ലോ. കേരള ജീപ്പിൽ. ചേട്ടാ, ചേട്ടാ, എന്റെ ചേട്ടനെ കൊണ്ടുപോകല്ലേ. അയ്യോ, അയ്യോ സാറേ, കൊണ്ടുപോകല്ലേ. ചേട്ടാ, വിജയ്, വിജയ്, വിജയ്. എന്റെ ഭാര്യ കുഞ്ഞ് സാർ, സാർ, സാർ. വിജയ്, പറയടാ, കാസിം സേട്ടിനെ കൊന്നതാരാ? അറിയില്ല, അറിയില്ല. കോൺട്രാക്ടർ രവീന്ദ്രനെ കൊന്നതാരാടാ? ഞാനാണ്. ആരൊക്കെയാണ് നിന്റെ പിന്നിൽ? പറയില്ല. അലിയാരുണ്ടോ? എന്നെ കൊന്നാലും ഞാൻ പറയില്ല. സാർ, ഇനി ഇടിച്ച ആള് ചത്തുപോകും. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ കൈനിറച്ച് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ചത്തുപോയാ ഞങ്ങള് സമാധാനം പറയണം. സാറിന് ജോലിയില്ലെങ്കിൽ ജീവിക്കാം. ഞങ്ങളോ സാർ? അത് പേടിക്കണ്ട. എന്തുണ്ടായാലും അതിനെല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. പോരെ? ഹേബിയസ് കോർപ്പസ് എന്നൊന്നും പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തണ്ട. ഇവനെ വിട്ടുതരുന്നത് നിങ്ങളെ പേടിച്ചിട്ടാണെന്നും കരുതരുത്. എനിക്ക് വേണ്ട വിവരങ്ങളൊക്കെ ഇവനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. തെളിവെടുപ്പ് പൂർത്തിയായിക്കോട്ടെ. ഈ ജീവിതകാലം മുഴുവൻ ഇവനെ ഞാൻ ഇരുമ്പുഴൽക്കുള്ളിൽ പൂട്ടും. അത് താങ്കൾ മാത്രം വിചാരിച്ചാ പോരല്ലോ, കോടതിക്ക് ബോധ്യമാവണം. പിന്നെ ഞങ്ങളൊക്കെ തീരെ മണ്ടന്മാരാവുകയും വേണം. മതി, വാചകമടി കോടതിയിൽ മതി, പോലീസിന്റെ മുമ്പിൽ വേണ്ട. ഈ കൊലയാളികളൊക്കെ വെച്ച് ഉറപ്പിക്കുന്നതും നിലനിർത്തുന്നതും നിങ്ങളൊക്കെയാണ്. നിങ്ങളെയാണ് ആദ്യം ഇടിക്കേണ്ടത്. ചിരിക്കണ്ട. ഈ സ്റ്റേഷൻ അതിർത്തി വിട്ടു പോയാ നിന്റെ സകല എല്ലും ഞാൻ ഒടിക്കും. ഡെയിലി ഇവിടെ വന്ന് കണ്ടോളണം എന്നെ. മനസ്സിലായോ? പോയിക്കോ. സാറേ, എന്റെ ഭാര്യയും കുഞ്ഞും. ആന്റണി, നിങ്ങൾ വിഷമിക്കാതെ. അവരെങ്ങോട്ടാ പോയതെന്ന് അലിയാർ അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ചെല്ലുമ്പോ എങ്ങനെയായാലും അവരെ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടുണ്ടാവും. ആ, കേറ്.